ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന അതും നമുക്ക് നിത്യേന ആവശ്യം വരുന്ന ക്ലീനിങ് ടിപ്സാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ് പോലെയാണ് കാണിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന മിക്സി നമുക്ക് എല്ലാ ദിവസവും ആവശ്യം വരുന്ന ഒന്നാണല്ലേ, അതും ഒരു ദിവസത്തിൽ തന്നെ എത്രയോ തവണ നമ്മളത് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ ക്ലീനിങ് അല്ലെങ്കിൽ വൃത്തിയായിട്ട് എപ്പോഴും നമുക്ക് സൂക്ഷിക്കാൻ പറ്റാറില്ല. നമ്മുടെ മറ്റുള്ള തിരക്കുകളൊക്കെ കാരണം ഇതിൻ്റെ ക്ലീനിങ് നമ്മൾ മാറ്റിവെക്കാറുണ്ട്. ഈ രീതിയിൽ മാസത്തിൽ 1-2 തവണ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മിക്സി കേടൊന്നും ആകാതെ കംപ്ലൈൻ്റ് ഒന്നും ആകാതെ തന്നെ പുതുപുത്തനായിട്ട് എത്രയോ വർഷങ്ങൾ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കണ്ടുവെക്കുക, ഒട്ടും തന്നെ സമയം കളയേണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ പറയുന്നത് നമ്മുടെ മിക്സി ജാറുകളൊക്കെ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള ആ ഒരു ലിഡിലുള്ള വാഷർ ഉണ്ടല്ലോ, അത് ലൂസായിട്ട് പോവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ലൂസായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ അരക്കാനൊക്കെ എടുക്കുമ്പോൾ അതിൽ നിന്നും തെറിച്ച് പുറത്തേക്ക് ലീക്കാവും. ഈ ഒരു സൂത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അരക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ലിഡ് തുറന്നു പോകാതെ അല്ലെങ്കിൽ ലീക്കാകാതെ നമുക്ക് യൂസ് ആക്കാൻ പറ്റും കേട്ടോ. 2 റബ്ബർ ബാൻഡുകളാണ് എടുത്തിട്ടുള്ളത്. ഞാനതിൻ്റെ ആ ഒരു വാഷർ ഉണ്ടല്ലോ, ആ വാഷറിൻ്റെ ഇടയിലുള്ള ഒരു സ്പേസിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇട്ടതിന് ശേഷം ടൈറ്റ് ആയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. വീണ്ടും ലൂസാണെന്നുണ്ടെങ്കിൽ 1-2 റബ്ബർ ബാൻഡുകൾ കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഈ റബ്ബർ ബാൻഡ് എടുത്ത് മാറ്റിയ ശേഷം അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ്, മിക്സിയുടെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിൽ അത് ആ ഒരു കളർ വരും. ആ കളർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് പറയുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഉപയോഗിച്ച നാരങ്ങയുടെ തൊണ്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരല്പം അത് അടിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള ആ ഒരു മഞ്ഞൾ കറിയൊക്കെ പോയി കിട്ടുകയും ചെയ്യും. ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പോയി കിട്ടുന്നതാണ് കേട്ടോ. ഇനി നാരങ്ങയുടെ തൊലി ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിലും നമുക്ക് ഈ ഒരു ജാറ് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. ആ ഒരു ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാനും പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എഗ് ഷെല്ലാണ്. നമ്മൾ സാധാരണ മുട്ടയൊക്കെ പുഴുങ്ങി അതിൻ്റെ ഷെല്ലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് ഡ്രൈ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് എഗ് ഷെല്ല് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൗഡറാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ പൗഡറാക്കി എടുക്കുന്നുണ്ട്. ഈ പൗഡർ നമുക്ക് കളയണ്ട കേട്ടോ. അത് നല്ലൊരു ഫെർട്ടിലൈസറാണ്, ക്ലീനിങ് ഏജൻറ്റാണ്, സ്ക്രബ്ബറാണ്. മുഖത്തായാലും പാത്രങ്ങൾ തേച്ച് കഴുകാനായാലും നമുക്കിത് ഉപയോഗിക്കാം. മുഖത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിയുള്ള മുട്ടത്തോണ്ട് വേണം അടിച്ചെടുക്കാനായിട്ട്, അത്രയും ശ്രദ്ധിക്കാം. അപ്പം ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക്, ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഞാൻ സ്ക്രബ് ചെയ്യാനൊക്കെ, പാത്രം കഴുകാനും കട്ടിയുള്ള അഴുക്കൊക്കെ തേച്ച് കളയാനും ഒക്കെ ഞാൻ ആ ഒരു മുട്ടത്തോടിൻ്റെ പൊടി ഉപയോഗിക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറ് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അപ്പം നമ്മളിത് മുട്ടത്തോട് ഇട്ട് അടിച്ചതുകൊണ്ടാണ് അത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അല്ല ഇപ്പോൾ ഒരുപാട് അഴുക്ക് അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മാവ് അടിച്ചെടുക്കാറുണ്ട് ചിലർ. അപ്പോൾ അത് നന്നായിട്ട് മിക്സി ഒന്ന് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കൈയൊക്കെ ഇട്ട് ഉരച്ച് നമ്മൾ കഷ്ടപ്പെടാതെ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സി ക്ലീനായി കിട്ടും. അപ്പം ഞാൻ അതിലേക്ക് ഡിഷ് വാഷ് ലിക്വിഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിൽ ഇപ്പോൾ തേങ്ങയൊക്കെ അരച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്ലേഡിൻ്റെ താഴെയായിട്ടൊക്കെ അഴുക്കൊക്കെ പറ്റി പിടിച്ചിരിക്കും. അത് നമ്മൾ കാണില്ല. ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് മിക്സിയുടെ ഉള്ളിൽ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും കേട്ടോ. ഈ അടിച്ചെടുത്ത ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡ്, ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് ഞാൻ കളയുന്നില്ല. അത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. മറ്റ് ക്ലീനിങ്ങിനൊക്കെ ആയിട്ടൊക്കെ നമുക്കത് ഉപയോഗിച്ചെടുക്കാം. ഇനി മിക്സിയുടെ ജാറിൻ്റെ താഴ്ഭാഗത്തുള്ള അഴുക്ക് നമുക്ക് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. ഇതിപ്പോൾ എൻ്റേത് അവിടെ ഒരു പെയിൻറ്റൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൂടാണ്ട് തന്നെ അഴുക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് അത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ. ആ വിനാഗിരി കൂടി ചേർത്ത് ഒരു 10 മിനിറ്റ് ഇതുപോലെ തന്നെ അതൊന്ന് ഡൈല്യൂട്ട് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ടതായിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിക്കഴിയുമ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുത്താൽ നല്ലപോലെ അതിൻ്റെ താഴ്ഭാഗത്തുള്ള അഴുക്കുകളൊക്കെ ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ. ഞാനിതിന് വേണ്ടിയിട്ട് ഒരു ബ്രഷ് യൂസ് ആക്കിയിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്.
ഈ ഒരു രീതിയിൽ നമുക്ക് ആയാസപ്പെടാതെ തന്നെ പെട്ടെന്ന് മിക്സി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ജാറ് മാത്രമല്ല, മിക്സിയും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ തന്നെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ആ ജാറ് വയ്ക്കുന്ന ആ ഒരു ഭാഗത്ത് കണ്ടോ ഒത്തിരി അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ഈ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡ അല്പം ഇട്ട് കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ബ്രഷ് വെച്ചിട്ട് തന്നെ ഞാനൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. മിക്സി ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം ഒഴിച്ച് കഴുകാതിരിക്കുക. ആ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ചിട്ട് ആ മോട്ടറിലൊക്കെ വെള്ളം കയറാനും പെട്ടെന്ന് മിക്സി കേടായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്തായാലും വെള്ളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക. തുണികളോ വെറ്റ് വൈപ്സോ അല്ലെങ്കിൽ ടിഷ്യൂസോ ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഞാനിത് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അഴുക്കുള്ള ഭാഗത്തു നിന്നൊക്കെ അത് ഇളകി വരുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ബേക്കിംഗ് സോഡ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടുന്നതാണ്. ഞാനിത് ഒരു വെറ്റ് വൈപ്പ് വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. മൊത്തത്തിൽ തന്നെ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ തുടച്ചെടുത്തതിന് ശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒന്നുകൂടി തുടച്ചെടുക്കുക, അല്ലെങ്കിൽ ടിഷ്യൂ ഉപയോഗിച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ജാറ് കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് സൈഡിലായിട്ട് നമുക്കൊരു ഗ്യാപ്പ് കാണാം. അതിനുള്ളിലായാലും നല്ലപോലെ അഴുക്കുണ്ടാവും. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതെ വിടുന്ന ഭാഗങ്ങളാണ്. ആ ഭാഗത്തും എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ടൂത്ത് പിക്കോ ഈർക്കിലോ ഉപയോഗിച്ച് ആ അഴുക്കൊക്കെ നീക്കം ചെയ്തതിന് ശേഷം ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ആ ഭാഗത്തുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മളിത് മിക്സി ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അല്പം സമയം എടുത്തിട്ടായാലും നല്ല പോലെ തന്നെ ഇതുപോലെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു മിക്സിയുടെ മുകൾ ഭാഗം ആ ഒരു ഗ്യാപ്പിലൊക്കെ ഉള്ള അഴുക്കൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. മുകളിലുള്ള ആ ജാറ് വയ്ക്കുന്ന ഭാഗത്തും നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്ത് നല്ല ഡ്രൈ ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വെള്ളം ഇതിലൊട്ടും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു പുറമേ ഉള്ള ഭാഗത്തും വയറും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അഴുക്കൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഭാഗത്ത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ടൂത്ത് പേസ്റ്റ് വെള്ളമൊന്നും തൊടാതെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം ആ പുറമേ ഉള്ള ഭാഗത്ത്. ഇങ്ങനെ ഈ തേച്ച് കൊടുക്കുന്നതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ചെറിയ ഹോള് പോലെ ആ ഒരു ഗ്യാപ്പ് കാണുന്നില്ലേ, അതിലേക്കൊന്നും വെള്ളം വീഴാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അതിൽ കൂടെ വെള്ളം വീണ് കഴിഞ്ഞാൽ ഉള്ളിലുള്ള മോട്ടർ കേടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം മിക്സി പെട്ടെന്ന് തന്നെ നമുക്ക് ചീത്തയായി പോകും കേട്ടോ. അങ്ങനെ പേസ്റ്റ് മുഴുവനായിട്ട് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യുന്നതെന്നോ, ഒരു നനഞ്ഞ കിച്ചൺ ടവൽ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് എടുത്തിട്ടുള്ള കിച്ചൺ ടവൽ വെച്ചിട്ട് ഈ ഒരു മിക്സി മൊത്തത്തിൽ തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് നമുക്ക് ആ പേസ്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളയാം. അപ്പോൾ ഇതിലുള്ള എത്ര കട്ടിയുള്ള അഴുക്കാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ അത് ക്ലീനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ 1-2 പ്രാവശ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കിച്ചൺ ടവൽ നമുക്ക് കഴുകി ഒന്ന് പിഴിഞ്ഞെടുത്ത് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു മിക്സി നല്ല പോലെ പുത്തം പോലെ വെട്ടിത്തിളങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ആ ഒരു വയറിൻ്റെ ഭാഗവും നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് ആ ഒരു കിച്ചൺ ടവൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മിക്സിയുടെ ക്ലീനിങ് ടിപ്സും അതുപോലെ അതിൻ്റെ ആ ഒരു കെയറിങ്ങും മെയിൻ്റനൻസും എല്ലാം നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.